2018 മുതൽ 5 തവണ തുടർച്ചയായി കിരീടം നേടിയ ക്ലബ്ബാണ് പള്ളാത്തുരുത്തി. പല വള്ളങ്ങൾ മാറിത്തുടങ്ങിയ കിരീട നേട്ടം സ്വന്തമാക്കി ഇത്തവണ മേൽപ്പാടം ചുണ്ടലിലാണ് ഇറങ്ങുന്നത്. കഴിഞ്ഞ വർഷം കാലിടറിയ ടീം കിരീടം തിരികെ പിടിക്കാൻ ഇത്തവണ ഇറങ്ങുന്നു എന്നതാണ്. പായിപ്പാടം ചുണ്ടലിലും പള്ളാത്തുരുത്തി ഇത്തവണ മത്സരിക്കും. സജോ ദേവസ്യാണ് ചേരുന്നത്. സജോ, എന്താണ് പള്ളാത്തുരുത്തിയിലെ കാഴ്ചകൾ? വിനിത, ഇനി മണിക്കൂറുകളുടെ ഇടവേള മാത്രമേ ഉള്ളൂ ഓളപ്പരപ്പിലെ ജലപൂരത്തിന് എന്നതാണ്. വലിയ ആവേശമുണ്ട്. ഇന്ന് ഒരു വിശ്രമം, നാളെ അതിനുള്ള മത്സരത്തിനുള്ള സകല തയ്യാറെടുപ്പാണ്. അതിൽ പള്ളാത്തുരുത്തിയുടെ കാര്യം 2018 മുതൽ 5 തവണ തുടർച്ചയായ കിരീടം പല വള്ളങ്ങൾ മാറിത്തുഴഞ്ഞ് നേടി. അതിൻ്റെ ഒരു ആവേശമുണ്ട്. കഴിഞ്ഞ തവണ പക്ഷേ കാലിടറി, ഇത്തവണ കിരീടം തിരികെ പിടിക്കാൻ പറ്റും എന്നൊരു ആത്മവിശ്വാസവും ആവേശവും ഒക്കെയാണ്. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള ആളുകളോട് ചോദിച്ചു നോക്കാം അവർക്ക് എന്താണ് പറയാനുള്ളത്, അഭിപ്രായമൊക്കെ ചോദിച്ചു. ചേട്ടാ, ഇപ്രാവശ്യം എന്താണ് ഒരു സ്ഥിതി? എന്താ മേൽപ്പാളം ചുണ്ടൻ ജയിക്കും. പള്ളാത്തുരുത്തി തന്നെ മേൽപ്പാളം ചുണ്ടൻ ജയിച്ചിരിക്കും. ഉറപ്പാത്തിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ജയിച്ചിരിക്കും. വെല്ലുവിളിയില്ല? വെല്ലുവിളിയൊന്നും ഇല്ല. അത് കൈക്കരുത്തുള്ളവർ തൊഴിഞ്ഞ് ജയിക്കും. ഞങ്ങളെ കുഞ്ഞുങ്ങൾക്ക് അതുണ്ട്. അല്ല, കൈക്കരുത്തെന്ന് പറയുന്നത് വെല്ലുവിളിയാണ്. എതിരഭിപ്രായമുണ്ട്. അഭിപ്രായമുണ്ട്. എല്ലാവരും ശക്തമായ ടീമെങ്കിലും 10 അടുത്ത് ടീമുകളുണ്ട്. എല്ലാവരും ന്യായമായിട്ട് കളിക്കുന്നവരും തുഴയുന്നവരുമാണ്. ഒരു പ്രഡിക്ഷൻ ഒക്കെ നടത്തിയാലോ? നല്ല വള്ളംകളിയെ കുറിച്ച് നല്ല ധാരണയുള്ള ഒരാളെന്ന നിലയിൽ ആരോ നോക്കണ്ട, പറഞ്ഞോ. വിയപുരം ജയിക്കാനാണ് ചാൻസ്. അതെ, UBCയുടെ അതാണ്. അതായത് പള്ളാത്തുരുത്തി ആയിരിക്കുമോ എതിരാളി? അതോ പള്ളാത്തുരുത്തി എന്നല്ല, എന്നാലും പള്ളാത്തുരുത്തിയും എതിരാളി കാണും. ശക്തമായ ടീമുകളാണ് എല്ലാവർക്കും. ഇപ്പം UBCക്ക് എന്ന് പറയുന്ന വില്ലേജ് ബോട്ടിംഗ് ക്ലബിൻ്റെ തലവടി ചുണ്ടനുണ്ട്. പള്ളാത്തുരുത്തിക്ക് എന്ന് പറയുന്ന നടുഭാഗമുണ്ട്. അങ്ങനെ ആരോമലിന് വലിയ ശക്തരായ ഒരു ടീമില്ല. പിന്നെ കോട്ടയം എല്ലാം ഇങ്ങനെ അടുത്തടുത്ത് ഓരോ ശക്തരായ ടീമുണ്ട്. എന്നാലും പള്ളാത്തുരുത്തിക്കാണ് ശക്തമായ ഒരു ടീമുള്ളത്. പല വള്ളം മാറി തുടങ്ങിയ ഒരു ചരിത്രമൊക്കെ ഉണ്ട്. അങ്ങനെ അപ്പോൾ മേൽപ്പാടാണെന്നുള്ള ആശങ്ക വേണ്ടെന്നാണ്. ഇപ്പോൾ പായിപ്പാടൻ 5 പ്രാവശ്യം 5 വള്ളങ്ങൾ എടുത്താണ് പള്ളാത്തുരുത്തി. അത് പറയാം. പായിപ്പാടൻ നടുഭാഗം കാട്ടിൽ തെക്കതിൽ വിയപുരം കാരിച്ചാൽ ഈ 5 ചുണ്ടനും 5 പ്രാവശ്യമായിട്ട് എടുത്ത് വിജയിച്ച വള്ളമാണ്. പക്ഷേ ഈ തവണ കഴിഞ്ഞ പ്രാവശ്യം മേൽപ്പാടം എടുത്ത് അതിൻ്റെ പുറകുവശം കൊണ്ട് അത് വള്ളത്തിന് കംപ്ലൈൻ്റ് ആയിട്ട് ആ വള്ളം തോറ്റ് ഈ തവണയും അത് തന്നെ എടുത്ത് പുതുക്കി പണിതെന്നാണ് പറയുന്നത്. ഇനിയെല്ലാം ദൈവത്തിൻ്റെ കളി. നാളെ ഓളപ്പരപ്പിൽ കാണാം. ചേട്ടാ, ഈ കരയിലേക്ക് തന്നെ വരും. പിന്നെ എപ്പോൾ വന്നെന്ന് ചോദിച്ചാൽ പോരെ? 100% ആര് വന്നാലും കാര്യമില്ല, തകർക്കും. പിന്നെ ശരി, കുഞ്ഞുങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ട് കൊണ്ടുവരാൻ. മുൻപിൻ നോക്കാതെ ഇങ്ങോട്ട് തന്നെ വരും. പള്ളാത്തുരുത്തി തന്നെ ജയിക്കും. അതിനുള്ള ശേഷിയും കരുത്തും ഉണ്ട്, ചരിത്രവും ഉണ്ട്. പിള്ളേർക്ക് ഉണ്ടെന്ന് അതിനുള്ള കരുത്ത്. ആ ചേട്ടൻ പറഞ്ഞ UBC ആന്നു. UBC ഒരിക്കലും പേടിക്കരുത്. ഇലക്ഷൻ പോലും കിട്ടാത്തുള്ളോ? ഇലക്ഷൻ പോലെ കിട്ടാം വള്ളോ. ഈ വള്ളം അല്ലാതെ ഒരു വള്ളവും ജയിക്കുകയില്ല. അത് മേൽപ്പാടം വള്ളം. അങ്ങോട്ട് കൊടുത്ത് അദ്ദേഹം പള്ളാത്തുരുത്തി വെല്ലാൻ ആരും ഇനി ആരും ഉണ്ടാകത്തില്ല. ഇനി അങ്ങോട്ട് ഉണ്ടാകത്തില്ല. ചരിത്രമുണ്ട് ഇവിടെ. ചരിത്രമുണ്ട്. 5 എണ്ണം അടുപ്പിച്ചെടുത്തില്ല. ഏത് ക്ലബ്ബ് ഏത് കരക്കാരെടുത്തിട്ടുണ്ട്? ആർക്കും ഇല്ല. ഇനി അങ്ങോട്ട് നമ്മുടെ ഒരെണ്ണം ഇട്ട് കൊടുത്തില്ല കഴിഞ്ഞ വർഷം. പിള്ളേരൊന്ന് കയറി വട്ടെന്ന് പറഞ്ഞു. വില്ലേജ് ബോട്ട് ക്ലബ്ബ് വള്ളപ്പാട്ട് നല്ല അടിച്ചത്. ഇഞ്ചുകൾക്ക് വ്യത്യാസം. ഇവിടെ വള്ളപ്പാട്ട് പാടുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ല, ഉണ്ടായിരുന്നു പോയി. അവർക്ക് ചെറിയ ടെൻഷനുണ്ട്. പാട്ട് പാടിയ കുഴപ്പമൊന്നും. ആ ചേട്ടനോടി ഇങ്ങോട്ട് വന്നേക്ക് ഇവിടുത്തെ ഹാല് കാണാം. കപ്പ ഈ കരയെ വെച്ചോണ്ടുള്ള ഉള്ളല് കാണും. ഇപ്പൊ നമ്മളൊന്ന് പതുങ്ങി നിൽക്കുവോ കുതിക്കാൻ വേണ്ടി? ഇല്ല, അതല്ലേ ചാടാൻ വേണ്ടിയല്ലേ പതുങ്ങി. അത്രേ ഉള്ളൂ. അതാണ് ആ ആവേശമുണ്ട്. അപ്പൊ ഈ കരക്കാരുടേതാണ് ശരിക്കും ആവേശം. ചേട്ടനൊക്കെ വള്ളത്തിൽ ഇപ്പൊ തന്നെ നൃത്തം തുടങ്ങി. പള്ളാത്തുരുത്തിക്കാർ എന്തായാലും ആത്മവിശ്വാസത്തിലാണ്. വലിയ ആവേശം നമുക്ക് കാണാം.